ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കില്ല ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് 2 പഴം എടുക്കുക. 2 പഴവും 2 മുട്ട. 2 പഴം എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്യുക. റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് 2 കട്ട് ചെയ്യുക. ഇനി അടുത്ത് കട്ട് ചെയ്യുക. ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതില്ലെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് വാട്ടിയെടുക്കണം ചെറുതായിട്ട്. കുറച്ച് ഓയിൽ മതി, ഓവർ വേണ്ട. എന്നിട്ട് നന്നായിട്ട് 2 ഭാഗവും മൊരിയുന്ന രീതിയിൽ അതൊന്ന് മറിച്ചിട്ടെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടൊന്ന് മറിച്ച് കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഒരു പാത്രത്തിലേക്കിട്ട് ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഒന്ന് ക്രഷാണ് രീതിയിൽ ഉടച്ചെടുത്താൽ മതി. ചതുക്കുന്നത് പോലെ നല്ലോണം അരയണ്ട. ഇനി ഇതിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒത്തിരി പഞ്ചസാര ഇട്ടെടുക്കുക. വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി. ഇത് അല്ല തന്നെ മധുരം ഉണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി ഒരു പാനിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് ഒലിവ് ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ടൊന്ന് കുറഞ്ഞൊന്ന് പരത്തി കൊടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതാവും. എത്ര പെട്ടെന്നായി കിട്ടും. ഇതാ നല്ലോണം വെന്തിട്ടുണ്ടല്ലേ, എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട്. ഇതുപോലെ രാവിലെയൊക്കെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതുപോലെ ചെറുതായിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കും നല്ലതാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉള്ളത് എടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കട്ടൻ ചായൻ്റെ കൂടെ രാവിലെ അത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അടിക്കണം കേട്ടോ.